നമസ്കാരം. ഒരാഴ്ചക്കിടെ ആലപ്പുഴയിൽ നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവ സംഘം തന്നെയെന്ന് പോലീസ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഏതിരുട്ടിലും ഒളിച്ചിരുന്ന് വീടുകളിൽ കയറി പണവും സ്വർണവും മോഷ്ടിക്കുന്ന, എതിർക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവനെടുക്കാൻ പോലും മടിയില്ലാത്ത അക്രമകാരികളായ മോഷ്ടാക്കളാണ് കുറുവ സംഘം. അർദ്ധനഗ്നരായി മുഖം മറച്ച് ശരീരമാസകലം എണ്ണ തേച്ചെത്തുന്ന സംഘം മലയാളിക്കെന്നും പേടി സ്വപ്നമാണ്. ആലപ്പുഴയിലെത്തിയത് കുറുവകൾ തന്നെയെന്ന് സ്ഥിരീകരിക്കുമ്പോൾ ഭയപ്പാടിലാണ് കേരളം. ആലപ്പുഴയ്ക്ക് പിന്നാലെ ഇന്നലെ എറണാകുളം പറവൂരിലും സംഘമെത്തിയെന്ന് സംശയിക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിലേക്ക് വീണ്ടും കുറുവ സംഘം എത്തുന്നു? കുറുവകളെ എങ്ങനെ കരുതണം? പരിശോധിക്കാം. സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായി ആലപ്പുഴയിൽ പലയിടത്ത് മോഷണം നടന്നു. അതിന്ന് എറണാകുളത്തേക്കും എത്തിയിരിക്കുകയാണ്. എറണാകുളം പറവൂരിലാണ് മോഷണ ശ്രമം ഉണ്ടായിരിക്കുന്നത്. ആ പാക്കേജ് കണ്ടതിന് ശേഷം ഞാൻ അതിഥികളിലേക്ക് എത്താം. 6 വീടുകളിലാണ് കുറുവ സംഘം എന്ന് സംശയിക്കുന്ന മോഷണ സംഘം എത്തിയത്. പല വീടുകളുടെയും പിൻവാതിലുകൾ ഇളക്കി അകത്ത് കടക്കാൻ ശ്രമം നടത്തിയെങ്കിലും വീട്ടുകാർ ഉണർന്നതിനാൽ ഉപേക്ഷിക്കുകയായിരുന്നു. രാത്രി ഒരു 1 മണി സമയത്താണ് ഞാൻ അമ്മയും ഉറങ്ങിയിരുന്നു. അമ്മയാണ് ആദ്യം സൗണ്ട് കേട്ട് വാതിൽ കുറ്റിയിറണ ലൈറ്റ് അടിച്ചിട്ട് കുറ്റിയിറണ ഒച്ചയിട്ട് അപ്പ പെട്ടെന്ന് തന്നെ ഇവിടെ ചവിട്ടണ പൊളിക്കണ സൗണ്ട് കേട്ട്. അപ്പൊ അമ്മ എന്നെ വിളിച്ചപ്പോ തന്നെ പിന്നെ ലൈറ്റ് ഇടുകയും ചെയ്തു. അപ്പൊ തന്നെ അവര് പോവുകയാണ് ചെയ്ത്. മോഷണത്തിന് എത്തിയത് കുറുവ സംഘമാണോ എന്ന് ഇപ്പോഴും സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് പോലീസ് പറയുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 പേരടങ്ങുന്ന അന്വേഷണ സംഘത്തിനാണ് രൂപം നൽകിയിട്ടുള്ളത്. ഇന്നലെ രാത്രി ആലുവ റൂറൽ SP സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. പറവൂർ മേഖലയിൽ പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും നാട്ടുകാർ ഇപ്പോഴും ഭീതിയിലാണ്. അവര് മോഷണം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. കാരണം മോഷ്ടിക്കാൻ കിട്ടിയില്ലെങ്കിൽ കൊല ചെയ്യുന്ന അവസ്ഥയാണ് കാണുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളിപ്പോൾ ഭയങ്കര ഭീതിയോടെ കാണുന്നത്. ആലപ്പുഴയിലെ കുറുവ മോഷണ പരമ്പരയിൽ മോഷ്ടാക്കളിൽ ഒരാളെ തിരിച്ചറിഞ്ഞതായി പോലീസ് വ്യക്തമാക്കി. പ്രതിയുടെ മുഖം വ്യക്തമാകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇയാൾ പ്രായമായ ആളാണെന്നും നിരവധി മോഷണക്കേസുകളിൽ പ്രതിയാണെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ. പുന്നപ്രയിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത്. വൈകാതെ തന്നെ ഇയാളെ പിടികൂടാൻ കഴിയുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. അതേസമയം തൂക്കുകുളത്ത് യുവാവിനെ ആക്രമിച്ച് കടന്നുകളഞ്ഞത് ഇയാളുടെ കൂട്ടാളിയാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ആക്രമണത്തിനിടെ മൂക്കിന് ഗുരുതര പരിക്കേറ്റ മോഷ്ടാവ് സമീപത്തെ ആശുപത്രികളിൽ ചികിത്സ തേടിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 കൊച്ചി, ആലപ്പുഴ. കുറുവാപ്പേടിയിലോ കേരളം? ഈ ചർച്ചയിൽ നമുക്കൊപ്പം സുഭാഷ് ബാബു, റിട്ടയർഡ് SP, ശ്രീ R റിയാസ്, ജില്ലാ പഞ്ചായത്ത് അംഗം, ശ്രീ ബിപിൻ ബോസ്, കളർകോട് സ്വദേശിയാണ്, മോഷണത്തിന്റെ ഇരയാണ്, ഇന്ദുവും ആലപ്പുഴ സ്വദേശിയാണ്, മോഷണത്തിന്റെ ഇരയാണ്, നിതിൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ സുഭാഷ് ബാബു, ഇതിനു മുൻപും പലതവണ കുറുവ സംഘങ്ങൾ കേരളത്തിലേക്ക് എത്തുകയും ഭീതി പരത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുന്നത് കുറുവ സംഘം തന്നെ എന്ന സ്ഥിരീകരണം വരികയാണ്. ആലപ്പുഴയിൽ നടന്ന മോഷണങ്ങൾക്ക് പിന്നിൽ കുറുവ സംഘം തന്നെയെന്ന് നേരത്തെയുള്ള സാഹചര്യങ്ങൾ വെച്ച് മനസ്സിലാക്കി പോലീസ് അത് സ്ഥിരീകരിക്കുന്നു. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് വീണ്ടും കുറുവ സംഘത്തിന്റെ വിഹാര കേന്ദ്രമായി കേരളം മാറുന്നത്? അല്ല, നമ്മള് പൊതുവെ ഈ കുറുവ സംഘം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മറ്റ് ചില സ്റ്റേറ്റുകളിൽ നിന്നാണ് വരുന്നത്. അവരെ സംബന്ധിച്ച് അവർക്ക് മോഷണം എന്ന് പറയുന്നത്, അല്ലെ പിടിച്ചുപറി എന്ന് പറയുന്നത് ഒരു കുലത്തൊഴിലായിട്ട് എടുത്തിരിക്കുന്ന ആളുകളാണ്. അവരുടെ പ്രധാന ജോലി ഇതാണ്. അല്ലാണ്ട് മറ്റേ ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ ഒന്നും പോയില്ല. അവർക്ക് വലിയ അക്ഷരാഭ്യാസം ഒന്നും ഇല്ലാത്തൊരു വിഭാഗമാണ്. അപ്പൊ അങ്ങനെ അത് നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിലാണ് ഇപ്പൊ അത്. പണ്ട് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചില കർണാടക ചില സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ ഇപ്പൊ ഏറെക്കുറെ ഇല്ല എന്ന് നമുക്ക് പറയാം. വരുന്ന ഇപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ആളുകൾക്കുള്ള പ്രധാന പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ കിട്ടുന്ന സൗകര്യം, കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികൾ നിരവധി ആളുകളുണ്ട്.
അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ചറിയാനുള്ള സാഹചര്യങ്ങളോ തുലവും കുറവാണ്. അപ്പോൾ അവരുടെ സംസ്ഥാനങ്ങളിലൊക്കെ ഇവര് മോഷണത്തെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവര് തിരിച്ചറിയാൻ സാധിക്കും. അവര് ആ പ്രദേശത്ത് അല്ലാത്ത ആളുകൾ വന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തില് ഇവർക്ക് പെട്ടെന്ന് അവരെ പിടിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാനുള്ള സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലുള്ള അന്യ സംസ്ഥാന തൊഴിലാളികളുടെ നിരവധിയുണ്ട്. അവരെ സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ രേഖകളോ റെക്കോർഡുകളോ രജിസ്ട്രേഷനോ ഐ ഡി പ്രൂഫുകളോ ഒന്നും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അവർ യഥേഷ്ടം ഇങ്ങനെ വിരാജിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വീടുകളിലൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വല്ല ഓരോ സാധനങ്ങൾ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വീടിന്റെ പുറത്ത് വലിച്ചെറിയുക, അല്ലാണ്ട് അത് മറ്റു രീതിയിൽ ഒഴിവാക്കുന്ന സംവിധാനമൊന്നുമില്ല. അപ്പൊ അതൊക്കെ പെറുക്കാൻ വേണ്ടിയിട്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആളുകൾക്ക് വരികയും ഈ സ്ഥലം പരിചയപ്പെടുന്നതിനും ഏത് സ്ഥലത്താണ് കൂടുതൽ ഫലപ്രദമായി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് അവർക്ക് കണ്ടുപിടിക്കുന്നതിനും അതിന്റെ പശ്ചാത്തലത്തിൽ അവർക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ, അതായത് ഇതേമാതിരി ഓപ്പറേഷൻ അല്ലെ മോഷണം നടത്താൻ വരുന്നത് പുരുഷന്മാരായിരിക്കും. അതിൽ ചില സ്ത്രീകൾ സഹായികളാണ്. പക്ഷെ പകൽ സമയങ്ങളിൽ ഇവരെ ഇത് പറ്റുന്ന സ്ഥലങ്ങളും വ്യക്തികളും ആരൊക്കെയാണ് എന്ന് നിരീക്ഷിക്കുകയും അവിടെ വീടിന്റെ ഏത് ഭാഗത്താണ് കുറച്ചുകൂടെ സൗകര്യപ്രദമായിട്ട് അതിനുള്ളിലേക്ക് കയറാൻ സൗകര്യം, അവിടെ എവിടെ കയറിയാൽ എന്തെങ്കിലും മുതൽ കിട്ടുമോ എന്നൊക്കെ തിരിച്ചറിയാൻ സ്ത്രീകളെയും കുട്ടികളെയാണ് അവർ സാധാരണ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉപയോഗിച്ചതിന് ശേഷം രാത്രി സമയത്ത് അവരവിടെ ഏതെങ്കിലും സ്ഥലത്ത് തമ്പടിക്കുക, അല്ലെങ്കിൽ ഈ സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചതിന് ശേഷം ആ സ്ഥലത്തു നിന്ന് പോകും. പോയതിനു ശേഷം പെട്ടെന്ന് ഒരു ദിവസം വരിക, വന്നതിന് ശേഷം ഇത് ഓപ്പറേറ്റ് ചെയ്തതിനു ശേഷം അവിടെ നിന്ന് മാറുക, എന്നിട്ട് വേറെ അവിടെ തന്നെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ചെയ്തിട്ട് ഏതാനും ദിവസം കഴിഞ്ഞ തീർച്ചയായും അതുകൊണ്ടാണ് ഇപ്പോൾ എറണാകുളത്തേക്ക് കൂടി വ്യാപിക്കുന്നു എന്നറിയുമ്പോൾ കൂടുതൽ ഭീതി ഉണ്ടാകുന്നത്. എറണാകുളം പറവൂർ ഭാഗങ്ങളിലാണ് 10ഓളം വീടുകളിൽ കുറുവാ സംഘം എത്തിയെന്ന് സംശയിക്കുന്നത്. ഇപ്പോൾ സുഭാഷ് ബാബു പറഞ്ഞു നിർത്തിയത് സ്ത്രീകളെയും കുട്ടികളെയും പ്രധാനമായും ഇവർ ലക്ഷ്യമിടുന്നു എന്നതാണ്. ആലപ്പുഴയിൽ ഈ കുറുവാ സംഘം ആണ് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ അവരുടെ മോഷണത്തിനിരയായ ഇന്ദു കൂടി നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ്. ഇന്ദു, ഈ പ്രധാനമായും ഈ കുറുവാ സംഘം സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമിടുന്നു എന്നാണ് പറഞ്ഞു നിർത്തിയത്. താങ്കൾ അതിന്റെ ഒരു ഇരയാണ്. മാലമോഷണം പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആലപ്പുഴയിൽ ഏത് ഭാഗത്താണ് താങ്കൾ ഉള്ളത്? എങ്ങനെയാണ് ആ ഭീതിതമായ അനുഭവം ഓർത്തെടുക്കുന്നത്? ആലപ്പുഴയിലെ കോമളപുരം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഞാൻ മണ്ണഞ്ചേരി പഞ്ചായത്തില് 11-ാം വാർഡില്. ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എൻ്റെ പെടലി സൈഡിലായിട്ട് ഒരു ഒച്ച കേട്ട്, ടിക്കെന്ന് പറഞ്ഞൊരു ഒച്ച കേട്ടു. അന്നേരം അതിന് ശേഷമാണ് ഞാനത് സ്വപ്നത്തിലാണെന്നാണ് കരുതിയിരുന്നത്. അത് കഴിഞ്ഞാണ് എൻ്റെ ദേഹത്തൂടെ എന്തോ ഇഴയുന്ന പോലെ തോന്നി. ആ ഇഴച്ചിൽ എനിക്ക് എന്തോ ആണെന്നോ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു രൂപം നിൽക്കുന്നതാണ്. ഞാൻ കൂവിയിട്ട് എനിക്ക് ഒച്ച വരുന്നില്ല. ഇപ്പോഴും ഭീതിയാണ്. മുറിയിലോട്ട് കയറിയിട്ട് ഇപ്പോഴും ഭീതിയാണ്. ആളെ കണ്ടാലും വ്യക്തമല്ല. റൂമിൽ വെട്ടമില്ലായിരുന്നു ഞങ്ങൾക്ക്. ഈ കുറുവാ സംഘം മുഖം മറച്ചൊക്കെയാണ് എത്തുന്നത്. പുറത്ത് കരിയും എണ്ണയും ഒക്കെ തേച്ചിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് സമാനമായിരുന്നോ താങ്കൾ കണ്ട രൂപം? വ്യക്തമല്ല. ഒരു ആൾ രൂപം നിൽക്കുന്നതാണ് കാണുന്നത്. നമുക്ക് റൂമിൽ വെട്ടമില്ലായിരുന്നു. നമുക്ക് വെളിയിലെ വെട്ട അകത്തോട്ട് വരുന്നത് ചെറിയ രീതിയിലുള്ള വെട്ടമേ ഉള്ളൂ. എന്നാലും എന്റെ ശക്തി എടുത്ത് കൂവിയിട്ടൊന്നും ഒച്ച വരുന്നില്ല. എന്റെ വെപ്രാളം കണ്ടുകൊണ്ടാണ് ഹസ്ബൻഡ് അനക്കം കേട്ടോണ്ടാണ് ചാടി എഴുന്നേറ്റ് പുള്ളിയും പുറകെ ചെന്നപ്പോ ആള് വെളിയിൽ ചാടിപ്പോയി. ഇന്ദുവും ഭർത്താവും ഉള്ള മുറിയിലാണ്. ഭർത്താവ് കൊണ്ട് മോള് താഴെ കിടപ്പുണ്ട്. മോളെ വലിച്ച് ഒരു സൈഡിൽ കിടത്തിയിരിക്കുവായിരുന്നു. ബെഡ് ഉൾപ്പെടെ അവള് ഭിത്തിയുടെ സൈഡിലോട്ട് മാറി കിടക്കുമായിരുന്നു വന്ന് നോക്കുമ്പോ. ഈ റൂം പൂട്ടിയിരുന്ന റൂമാണോ? റൂം ഞങ്ങള് ബെഡ്റൂം പൂട്ടിയില്ല, അടച്ചിട്ടേ ഉള്ളായിരുന്നു. എന്നാലും വർക്ക് ഏരിയയുടെ ഗ്രില്ല് തകർത്ത്, അത് കഴിഞ്ഞ് അടുക്കളയുടെ വാതിലും തകർത്താണ് അകത്ത് കടന്നിരിക്കുന്നത്. ഞങ്ങള് ഫാനും ഇട്ടിരുന്ന് മഴയും പെയ്തിരുന്നതുകൊണ്ട് അറിഞ്ഞില്ല. ആ സമയത്ത് നല്ല ഉറക്കമായിരുന്നു പോയി. എങ്ങനെയോ ഉണർന്ന അന്നേരമാണ് എനിക്ക് ഈ ശബ്ദം കേട്ടത്. ഇന്ദു, ഇവർ അടച്ചുറപ്പില്ലാത്ത വീടുകൾ ആണ് കേന്ദ്രീകരിക്കുന്നതെന്നൊക്കെ അറിഞ്ഞു. നിങ്ങളുടെ വീട് എങ്ങനെയാണ്? കോൺക്രീറ്റ് വീടാണോ? ഈ വർക്ക് ഏരിയയിൽ നിന്ന് ഓടും ഷീറ്റും ഉള്ള വീടാണ്. ഈ ബാക്കിലത്തെ കതവൊക്കെ എല്ലാ കുറ്റികളും ഇട്ട് അടച്ച് ഭദ്രമാക്കിയിരുന്നു?
എല്ലാ കുറ്റികളും ഇട്ട് അടച്ചിരുന്നു. എല്ലാ കുറ്റികളും ഇട്ട് അടച്ചിരുന്നു. അതൊക്കെ തകർത്താണ് കയറിയത്. അതൊക്കെ തകർത്താണ് അകത്ത് കയറിയത്. അപ്പൊ പക്ഷെ റൂമിലെത്തി മാല എടുക്കുന്നത് വരെ നിങ്ങൾ അറിഞ്ഞതേയില്ല. എന്റെ ദേഹത്തൂടെ എന്തോ എഴയുന്നത് പോലെ തോന്നി. അന്നേരമാണ് പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേൽക്കുമ്പോൾ ഒരു ആൾരൂപം എന്റെ നിൽക്കുന്നതായിട്ടാണ്. എന്നിട്ട് ഞാൻ കൂവിയിട്ട് എനിക്ക് ഒച്ച പുറത്തേക്ക് വരുന്നില്ല. ഞാൻ പേടിച്ച് കുഴഞ്ഞു പോയി. എന്റെ വെപ്രാളം കണ്ടാണ് ഹസ്ബൻഡും ചാടി എഴുന്നേറ്റ് അന്നേരം എടുത്ത് വെളിയിലോട്ട് ചാടി. അന്നേരം അവനും വെളിയിൽ പോയി. എല്ലാം നിമിഷ നേരം കൊണ്ട് സാധിച്ചു. മാല നഷ്ടപ്പെട്ടു. മാലയെ നഷ്ടപ്പെട്ടു. വേറെ എന്തെങ്കിലും മോഷ്ടിച്ചോ? വേറെ എന്റെ ഒരു പേഴ്സും അതിനകത്ത് ഒരു 700 രൂപയും ഉണ്ടായിരുന്നു. പേഴ്സിന്റെ വിവരം നമ്മൾ അന്നേരം അറിയുന്നില്ല. പിറ്റേ ദിവസം വന്നപ്പോഴാണ് മുറ്റത്ത് കിടക്കുമായിരുന്നത്. പേഴ്സ് ആ റൂമിൽ തന്നെ ആയിരുന്നോ പേഴ്സ് സൂക്ഷിച്ചിരുന്നത്? അല്ല, ഇപ്പൊ അതിന്റെ ബെഡ്റൂമിന്റെ ഇപ്പുറത്തെ റൂമിലായിരുന്നു പേഴ്സ് ഇരുന്നത്. അപ്പോ മാലയും എത്ര സ്വർണത്തിന്റേതായിരുന്നു മാല? 3.5 പവന്റെ താലിമാലയായിരുന്നു. എന്ത് മാല? 3.5 പവന്റെ താലിമാലയാണ്. താലിമാല. 3.5 പവന്റെ താലിമാലയും 700 രൂപയും. മറ്റൊന്നും പോയിട്ടില്ല അല്ലേ? മറ്റൊന്നും പോയിട്ടില്ല. അപ്പോഴേക്ക് നിങ്ങൾ ഉണർന്നു. ഒരുപക്ഷെ നിങ്ങൾ ഉണർന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടേനെ. കുട്ടിയുടെ കഴുത്തിൽ മാല ഉണ്ടായിരുന്നോ? കുട്ടിയുടെ കഴുത്തിൽ മാലയില്ലായിരുന്നു. മാലയില്ലായിരുന്നു. കുട്ടിയെ പക്ഷേ കിടന്നിടത്തു നിന്ന് മാറ്റിക്കിടത്തിയ നിലയിലായിരുന്നു അല്ലേ? എന്നാലേ അവന് നടന്ന് വരാൻ പറ്റത്തുള്ളൂ. ഞങ്ങളുടെ ബെഡിൽ കട്ടിലിനോട് ചേർന്നാണ് കുഞ്ഞ് കിടന്നുകൊണ്ടിരുന്നത്. ഞാൻ വെപ്രാളത്തിന് ഞങ്ങൾ ഇവന്റെ പുറകെ ഓടിയപ്പോൾ ഞങ്ങൾ ഇറങ്ങി വന്ന കുഞ്ഞ് എന്നെ ചവിട്ടുന്ന രീതിയാണ്. പക്ഷെ അന്നേരം ഞാൻ വെളിയിലോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കാര്യം ഓടി വന്ന് നോക്കുമ്പോ കുഞ്ഞ് തീയോട് ചേർന്ന് കിടക്കുവാണ്, ബെഡ് ഉൾപ്പെടെ. നിങ്ങള് കുറച്ചു ദൂരം പിന്തുടർന്നോ? നിങ്ങൾ മാത്രമേ ഉണർന്നുള്ളൂ അതോ നാട്ടുകാരൊക്കെ ഉണർന്നോ? ഇവരെ പിന്തുടരാനായോ? ഹസ്ബൻഡ് ഉണർന്നു. ഞങ്ങള് മുറ്റത്ത് കിടന്ന് കൂവായിരുന്നു. കൂവിക്കപ്പം നാട്ടുകാരും അയൽപ്പക്കത്തുകാരൊക്കെ ഓടി വന്നു. ഈ സമാനമായിട്ട് അടുത്ത് നിങ്ങളുടെ ആലപ്പുഴയിൽ പലയിടങ്ങളിൽ മോഷണം നടന്നിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് മറ്റെവിടെങ്കിലും ഉണ്ടായോ അങ്ങനത്തെ സംഭവങ്ങൾ? ഉണ്ടായി. വേറൊരു വീട്ടില് അവിടെ ഞങ്ങള് പോലീസിനെ വിളിക്കുമ്പോൾ പോലീസ് ആ വീട്ടിൽ നിൽക്കുവാണ്. അവരുടെ പക്ഷെ ഗോൾഡ് അല്ലായിരുന്നു, അവർക്ക് താലി കുളത്തും മാത്രമേ സ്വർണ്ണമുള്ളായിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്തൊരു വീട്ടില് ഞങ്ങളുടെ നിലവിളി കേട്ട് ഓടിപ്പോരാൻ നോക്കിയപ്പോൾ അവർ വെളിയിലോട്ട് ഇറങ്ങാൻ നോക്കിയപ്പോൾ അവരുടെ അടുക്കള വാതിൽ ഇതുപോലെ പുറത്ത് വിട്ട് കിടക്കുകയാണ്. അവിടെ അപ്പൊ മോഷണ ശ്രമം ഉണ്ടായില്ലേ? മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര നേരം പിന്തുടരാൻ പറ്റി അയാളെ? അതോ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സംഘമായിട്ടായിരുന്നു? അങ്ങനെ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ? ഒരാളെ ഞങ്ങൾ കണ്ടുള്ളൂ. ഒരുപാട് ഞങ്ങളുടെ പെരക്കകത്തുനിന്ന് മുറ്റത്ത് വന്ന് നേരെ എടുത്തുള്ളൂ. അല്ലാതെ ദൂരത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഒരിടത്തോട്ട് ഇരുട്ടായിരുന്നു. നമ്മുടെ മുറ്റത്ത് വെട്ടം ഉണ്ടായിരുന്നു. പെരക്കകത്ത് ചാടി വന്നപ്പോ ആൾ എവിടെയോട്ടോ പോയെന്നറിയില്ല. നമ്മളെ ആക്രമിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ കടന്ന് പോവുമായിരുന്നു. തുടരുക ഇന്ദു. ഇപ്പോൾ നമുക്കൊപ്പം മറ്റൊരു ഇര കൂടി, മോഷണത്തിന്റെ ഇര, അതും ആലപ്പുഴയിൽ നിന്ന് തന്നെയാണ് ബിബിൻ ബോസ് നമുക്കൊപ്പം ചേരുന്നത്. ബിബിൻ, താങ്കൾ ഈ മോഷ്ടാവിനെ മുഖാമുഖം കണ്ട വ്യക്തിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് കാണുന്നത് അല്ലേ? അതെ. എന്തായിരുന്നു അന്ന് സംഭവിച്ചതെന്ന് പറയാമോ? അത് ഞാൻ ശബ്ദം കേട്ടാണ് ആളെ കാണുന്നത്. പക്ഷെ വീടിനകത്തായിരുന്നില്ല. പിന്നെ വീടിന് വാതിക്കലോ റോഡിലോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞാൻ കാണുന്നത്. അത് ജസ്റ്റ് ഒരാൾ മറയുന്നതാണ് ഞാൻ ആദ്യം കണ്ടത്. ഞാൻ ആ റോഡിലേക്ക് നടന്നു ചെന്നപ്പോഴാണ് ഒരാൾ തിരിഞ്ഞു നിൽക്കുന്നുണ്ട്, മുഖം കവർ ചെയ്ത്, ഷർട്ട് ഇട്ടിരുന്നില്ല, ഒരു ബ്ലാക്ക് പാന്റ് ഇട്ട ഒരാൾ. ഞാൻ വിളിച്ചിട്ടോ അയാൾ തിരിഞ്ഞു തന്നെ നിൽക്കും. ഞാൻ അടുത്തെത്തി ജസ്റ്റ് ഓടാൻ പോയപ്പോഴാണ് ഞാൻ അയാളെ കഴുത്തിന് പിടിച്ച് നിർത്തിയത്. ആ സമയത്ത് ഇയാളെന്തോ, ഞാൻ കഴുത്തിനെ പിടിച്ച്, ഞാൻ കളരി ട്രെയിനറും കൂടെയാണ്, അപ്പൊ കളരിയുടെ രീതിയിൽ കഴുത്തിന് പിടിച്ചിട്ട് ഞാൻ കാലിൽ ചവിട്ടിയിട്ട് ഇയാളെ നിലത്തിരുത്തി ചെയ്തത്. പക്ഷെ ഈ ബോഡി നിറച്ച് ഓയിൽ പോലെ മറ്റെന്തോ ഉണ്ട്, എണ്ണ പോലെ തോന്നുന്നു. നമ്മൾ എത്ര ബലം പിടിച്ചാലും നമുക്ക് കയ്യിൽ നിർത്താൻ പറ്റില്ല, വഴുതി പൊക്കോണ്ടിരിക്കുന്നു. അതിന് തൊട്ടുപുറകെ ഇയാള്
എന്തോ കല്ലോ മറ്റെന്തോ പോലെ ഒന്ന് പോക്കറ്റിന്റെ അടുത്ത് വീശിയെങ്കിലും അത് ജസ്റ്റ് എന്റെ ചുട്ടിന് ജസ്റ്റ് ആയിട്ട് കൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പിന്നീട് പിടിക്കാനും പറ്റുന്നില്ല. ആള് വഴുതി പോയതുകൊണ്ട് ഫോളോ ചെയ്ത് പോവുകയാണ്. കുറച്ച് മുന്നോട്ട് കഴിഞ്ഞിട്ട് ഒരു തെങ്ങിന്റെ സൈഡിൽ നിന്ന് അപ്പുറത്തെ ഒരു മതിലേക്ക് ചാടുകയാണ്. അപ്പൊ എന്റെ ചുണ്ടിൽ ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് മാറിയിട്ട് എന്താണെന്നാണ് നോക്കിയത്. മാത്രമല്ല വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡോറ് ക്ലോസ് അല്ല, അകത്തുനിന്ന് ജസ്റ്റ് അടച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഏറ്റവും വേഗം തിരിച്ച് എന്റെ വീട്ടിൽ വന്ന് നോക്കുകയുള്ളൂ. ഞാൻ അയാളെ ഫോളോ ചെയ്യാനോ കൂടുതൽ പുറകെ ഓടാനൊന്നും നിന്നില്ല. ഉം. ഈ ആളെ മാത്രമല്ല ഈ പിടിച്ചിട്ട സമയത്ത് ഇയാളെന്തോ പോക്കറ്റിൽ നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, ആ സമയത്ത് ഈ കളരിയിൽ ഉപയോഗിക്കുന്ന ഗൺ എന്റെ കയ്യിലുണ്ടായിരുന്നു. അതിനിടിച്ച വഴി ഇയാളുടെ മൂക്ക് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇയാളുടെ മുഖത്ത് കവർ ചെയ്ത ഇത് അരിഞ്ഞത്. അപ്പൊ ഇയാൾ ഓടുന്ന വഴി തിരിഞ്ഞപ്പോഴാണ് ഇയാളുടെ ഫേസ് ഞാൻ നല്ലപോലെ കണ്ടത്. അപ്പൊ അത് വിളിച്ചുണ്ടായിരുന്നു. ഇതിൽ ഇപ്പൊ പോലീസ് ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ, മുഖം മുറിഞ്ഞ് ആരെങ്കിലും ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ടെങ്കിൽ, മുഖത്തിന് പരിക്കേറ്റ് ചികിത്സ തേടിയിട്ടുണ്ടെങ്കിൽ അറിയിക്കണമെന്ന്. ആ സംഭവത്തിൽ ഉൾപ്പെട്ട ആളാണോ ബിബിൻ? അതെ, ഞാൻ ഇടിച്ച വഴിയാണ് അയാളുടെ മൂക്ക് മുറിഞ്ഞത്. അപ്പോ പോലീസിന്റെ അന്വേഷണത്തിൽ തന്നെ നിർണായകമാകുന്ന ഒരു ഇൻസിഡന്റ് ആണ് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടായത് അല്ലേ? അതെ, വീടിന് വെളിയിൽ വെച്ചാണ് സംഭവിച്ചത്. അത് എന്റെ വീട്ടിലേക്കാണോ തൊട്ടപ്പുറത്തെ വീട്ടിലേക്കാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. ഇതിപ്പോ അന്യ സംസ്ഥാനത്ത് നിന്ന് എത്തിയ കുറുവാ സംഘമായിരിക്കും എന്നതാണ് നമ്മളോടൊപ്പം ഉള്ള പറഞ്ഞോളൂ. ഞാൻ ഇയാളെ പിടിച്ച് ഈ കളയുടെ രീതി കാലിൽ ചവിട്ടിയിരിക്കുമായിരുന്നു. ആ സമയത്താണ് പോക്കറ്റിന് എന്തോ ആയുധം എന്തോ എടുക്കുന്ന പോലെ തോന്നിയപ്പോഴാണ് ഞാൻ ഈ കയ്യിൽ തന്നെ ഇടിവള പോലത്തെ ഡല യൂസ് ചെയ്ത് മൂക്കിനടിച്ചു. ആ സമയത്ത് ഈ സ്കാർ കുഴി വീണപ്പോ ഇയാള് വിളിച്ച എന്ന് വെച്ചാൽ ജസ്റ്റ് നമ്മൾ പെയിൻ എടുക്കുന്ന സമയത്ത് വിളിച്ച് പോവുക. അത് കറക്റ്റ് ഒരു തമിഴ് ലാംഗ്വേജ് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പൊ തമിഴ് സംഘമാണ് എന്ന് സംശയിക്കുന്നു. അതെ, എനിക്ക് സംശയമുണ്ട് നല്ല പോലെ. കാരണം തമിഴായിട്ട് ഒരാളല്ല, നമുക്ക് ഒരു വേദന ഉണ്ടാകുമ്പോൾ ആ രീതി മാതൃഭാഷയിൽ എന്തായാലും ഒരാൾ ഉപയോഗിക്കും. ഈ ബിബിൻ കളരി അഭ്യാസിയാണല്ലേ? ട്രെയിനറാണ്. ഓക്കെ, അതുകൊണ്ടാണ് ബിബിനായി അവരെ ചെറുക്കാൻ കഴിഞ്ഞത്. മാത്രമല്ല വീട്ടിൽ വൈഫ്, അതെ, മാത്രമല്ല എന്റെ വൈഫ് വീട്ടിൽ തനിച്ചായിരുന്നു. അപ്പൊ വേറൊരാളെങ്കിലും കൂടെ സംഘമായിട്ടാണുണ്ടെങ്കിൽ എന്റെ വീട്ടിലൊക്കെ വേഗം കയറാൻ കഴിയും. കാരണം ഞാൻ തിരിച്ചു ഫുഡ് മേടിക്കാൻ പുറത്തിറങ്ങിയതാണ്. അപ്പൊ ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് എപ്പോ വേണമെങ്കിലും എന്റെ വീടിന്റെ മെയിൻ ഡോർ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ ആർക്ക് വേണം വീട്ടിലേക്ക് കയറാം. അതാണ് ഞാൻ ഞങ്ങൾ സേഫ് ചെയ്ത് പോകാറുണ്ട്. ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ച് വേഗം എന്റെ വീട്ടിൽ വന്ന് നോക്കിയിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത്. അപ്പോ ഈ സംഘത്തിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണോ? അല്ല, അപ്പുറത്തായിട്ട് ഒരാളും കൂടെ ഉണ്ടായിരുന്നു ആ മതിൽക്കെട്ടിനകത്ത്. ഓക്കെ, ഒരാള് മോഷണത്തിന് വരുമ്പോൾ അയാളെ വാച്ച് ചെയ്തുകൊണ്ട് അപ്പുറത്ത് മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അല്ലേ? അതെ, ഇയാളുടെ വിളി ഒരു കറുപ്പാന്നെന്തോ ഇയാൾ വിളിച്ചു കേട്ടോ. ആ വിളിയിൽ അത് ഞാൻ കരുതിയ പെയിനിൽ വിളിച്ചതായിരിക്കുന്ന തൊട്ടപ്പുറത്ത് ആരോ ഓടുന്ന സൗണ്ട് ഞാൻ കേട്ടിരുന്നു ആ മതിൽക്കെട്ടിനകത്ത്. തൊട്ട് കുറെ ഇയാൾ എന്റെ കൈ തട്ടി മാറ്റിയപ്പോഴാണ് ഈ ടൂൾ പോലത്തെ എന്തോ ഒരു കല്ല് പോലെ എന്തോ എന്റെ നേരെ യൂസ് ചെയ്തിരുന്നു. അത് ജസ്റ്റ് എന്നെ ചുണ്ടിലൊന്ന് കൊണ്ട് മുറിഞ്ഞു. പക്ഷെ പിന്നീട് ഞാൻ വൈഫ് ഒറ്റക്കായതുകൊണ്ട് ഞാൻ ഫോളോ ചെയ്യാനോ കുറെ ഓടാനോ നിന്നില്ല. ഞങ്ങളെ വീഡിയോ പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ചിരുന്നു. ബിബിൻ എങ്ങനെയാണ് തിരിച്ച് ആക്രമിച്ചത്? സ്റ്റിച്ചുള്ള മുറിവുള്ള ആൾ ആശുപത്രിയിൽ കാര്യമായിട്ടുള്ള മുറിവുണ്ടായിരുന്നു. കല്ലുമായിട്ട് എന്റെ ചുണ്ട് കൂട്ടിയിടിച്ചു. ചെറിയ ഉള്ള മുറിവ് എനിക്ക് ഉണ്ടായിരുന്നില്ല. ബിബിന് മുറിവുണ്ടായിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് പോലീസ് ഈ സ്റ്റിച്ച് ഇടേണ്ടുന്ന അത്ര ആഴത്തിലുള്ള മുറിവുമായി, മുഖത്തെ മുറിവുമായി വരുന്നുണ്ട് എങ്കിൽ അവരെ വിവരം അറിയിക്കണമെന്നാ പറഞ്ഞിട്ടുള്ളൂ. അത്ര വലിയ മുറിവ് അയാൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ, തീർച്ചയായിട്ടും എനിക്കത് മനസ്സിലാവും. ഒരാളുടെ മുറിവ് കളരി ട്രെയിനായിട്ട് ഒരാൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. ഇടിച്ച രീതിയിൽ അയാൾ അപ്പോഴാണ് അയാൾ തിരിഞ്ഞപ്പോഴാണ് അയാൾ ഫേസ് ഞാൻ കണ്ടത്. മൂക്ക് നല്ലപോലെ മുറിഞ്ഞിട്ടുണ്ട്. പ്രായമായ ആളാണോ അതോ പ്രായം ഏകദേശം ഊഹിക്കാൻ പറ്റും? ഒരു 40-50 പ്രായമുള്ള ഒരാളാണ്. അവർ ഈ പുറത്ത് എണ്ണയൊക്കെ തേച്ചാണ് കുറുവാ സംഘം എത്തുക, കരി പുരട്ടിയിട്ടുണ്ടാകും, അർദ്ധനഗ്നരായിരിക്കും എന്നൊക്കെ പറയുന്നത്. ഈ അടയാളങ്ങളൊക്കെ കൃത്യമാണോ? സെയിം ആയിരുന്നു മാഡം. മുഖം കവർ ചെയ്തിരുന്നു, ഷർട്ട് ഇട്ടിരുന്നില്ല. മാത്രമല്ല ദേഹം നിറച്ച് നമ്മൾ പിടിക്കുമ്പോ ഈ വഴുതി പോകുന്ന രീതിയിലുള്ള ഒരു ഓയില് നല്ലെണ്ണയായിട്ട് എന്തോ മിക്സ് ചെയ്തിരിക്കുവാണ്.
അപ്പോ ഈ ബിബിൻ അത് അയാളെ എത്ര ഹോൾഡ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ ബലം മാക്സിമം കൊടുത്ത് ശ്രമിച്ചു, പക്ഷെ നിർത്തിയാൽ പറ്റിയില്ല അല്ലേ? ഇല്ല മാഡം, കാരണം എന്റെ വൈഫ് വീട്ടിൽ തനിച്ചാണ്. മറ്റൊരാൾ ആ സമയത്ത് വീട്ടിലേക്ക് കയറാൻ വളരെ സിമ്പിൾ ആയി പറ്റും. കാരണം മെയിൻ ഡോറ് ഞാൻ തിരിച്ചു വരേണ്ടതുള്ളതുകൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നില്ല. നിങ്ങളുടെ Just വീട് ചാരിയിട്ടേ ഒറ്റപ്പെട്ട ഉണ്ടായിരുന്നു. വീടാണോ? അതെ, എന്റെ വീടിന് തൊട്ടടുത്തൊന്നും ഒരു സൗണ്ട് ഉണ്ടായാലും പെട്ടെന്ന് അറിയാൻ കഴിയും. പെട്ടെന്ന് അറിയാൻ? അതാണ് ഞാൻ പെട്ടെന്ന് അയാളെ വിട്ടിട്ട് പെട്ടെന്ന് അറിയാൻ കഴിയില്ല. സൗണ്ട് ഉണ്ടായാൽ പോലും പെട്ടെന്ന് ആൾക്കാർക്ക് എന്നുവെച്ചാൽ കേൾക്കാൻ ഒരു കഴിയും. കോമ്പൗണ്ടിൽ ഒറ്റ വീടാണല്ലേ? ഒറ്റ വീടാണ്. തൊട്ടപ്പുറത്തൊക്കെ പോകുമ്പോൾ സ്ഥലം കിടപ്പുണ്ടായിരുന്നു മാത്രം. അത് കഴിഞ്ഞിട്ടാണ് മറ്റു വീടുകളുള്ളത്. നിങ്ങളുടെ വീട് വലിയ, അതുകൊണ്ടാണ് ഞാൻ ഉം. ഇവരൊരു ഇടത്തരം അതുകൊണ്ടാണ് വീടുകൾ ഞാൻ ഇയാളെ കേന്ദ്രീകരിച്ചാണ് follow ചെയ്യാൻ മോഷണമൊക്കെ നിൽക്കാണ്ട്. നടത്തുന്നതെന്ന് പറയും. നിങ്ങളുടെ വീടിന്റെ സ്വഭാവം എങ്ങനെയാണ്? പെട്ടെന്ന് അകത്തെത്താൻ പറ്റുന്ന തരത്തിലുള്ള വീടാണോ? ഇവിടെ എന്റെ വീട്ടിൽ ഈ പ്രൊഡക്ഷൻ യൂണിറ്റുകളാണ് കേക്ക് ബ്രെഡ് ഒക്കെ ചെയ്യുന്ന. അതിന്റെ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ. അപ്പൊ ആ വഴി യൂസ് ചെയ്യുകയാണെങ്കിൽ ഇടക്കൂടെ ആണെങ്കിൽ ഒരാൾക്ക് വീട്ടിന്റെ ഹാളിലേക്ക് കടക്കാൻ കഴിയും. എളുപ്പത്തിൽ കടക്കാൻ കഴിയും അല്ലേ? ഓക്കെ. മെയിൻ ഡോറ് അപ്പോൾ ലോക്ക് ചെയ്യാൻ കഴിയും. മെയിൻ ഡോറ് അപ്പോഴും ഇപ്പോൾ ലോക്ക്ഡ് ആണ്. പക്ഷെ ഞാൻ തിരിച്ചു വരേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ലോക്ക്ഡ് ആയിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ ചേസ് ചെയ്യാനോ ഇയാളെ പുറകെ പോയി പിടിക്കാനോ നിൽക്കാണ്ട് ഞാൻ എത്രയും വേഗം എന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. വീട് ഓക്കെ ആണെന്ന് നോക്കിയപ്പോ തന്നെ ഞാൻ പുന്നപ്പുറ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചത്. അവർ എത്രയും വേഗം തന്നെ എത്തുകയും ചെയ്തു. അവരുടെ കോർപ്പറേഷൻ കറക്റ്റ് ആയിരുന്നു. പോലീസ് ഡോഗ് സ്ക്വാഡും വന്നിരുന്നു. 7 അംഗ സംഘം രൂപീകരിച്ച് വിപുലമായി തന്നെ അന്വേഷിക്കുന്നുണ്ട്. ബിബിനിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോ പോലീസ്? അല്ല, ഞാൻ ഇന്ന് തന്നെ സാറ് വിളിച്ചിരുന്നു. ഒന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. കേൾക്കാമോ? കേൾക്കാം. ഇന്ന് സ്റ്റേഷനിൽ നിന്ന് ജോർജ് സാറ് വിളിച്ചായിരുന്നു. പുന്നപ്പുറ പോലീസ് സ്റ്റേഷനിലെ SI സാറ് കറക്റ്റ് ആയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതി വളരെ നല്ലപോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്, കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. തുടരുക. എന്തോ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ബിബിൻ സംസാരിക്കുമ്പോൾ തടസ്സം വരുന്നുണ്ട്. എന്തോ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. അത് പരിഹരിച്ചിട്ട് ഞാൻ ബിബിനിലേക്ക് 2ാം ഘട്ടത്തിൽ എത്താം. നിതിൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡോക്ടർ നിതിൻ, ഇവിടെ ഇപ്പോൾ ഇന്ദു സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാകും. ആദ്യം ഒരു ഭയപ്പെടുത്തുന്ന ഒരു രൂപം കണ്ടു. പിന്നീട് ഉച്ചത്തിൽ വിളിക്കാൻ പോലും പറ്റില്ല. എന്നുവെച്ചാൽ ഹസ്ബൻഡ് അടുത്തുണ്ട്, ഒരു മുറിയിലാണ് അവർ കിടക്കുന്നത്. പക്ഷേ ഭയം മൂലം ശബ്ദം വരുന്നില്ല, വിളിച്ചുണർത്താൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ഒരാഴ്ചയായി ഈ CCTV ദൃശ്യങ്ങളും കുറുവാ സംഘത്തിന്റെ വാർത്തകളും ഒക്കെ കേട്ട് എല്ലാവർക്കും ഒരു ഭയമുണ്ട്. എവിടെ എപ്പോൾ എത്തും ഇവർ എന്നറിയാൻ പറ്റാത്ത ഒരു ഭയം. മാത്രവുമല്ല, ഈ സംഘത്തിന്റെ പ്രവർത്തനവും മറ്റൊരു രീതിയിലാണ്. പാവങ്ങളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ എളുപ്പം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇടങ്ങളിൽ സ്ത്രീകൾ, കുട്ടികൾ, അവരെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. ഈ കുറുവാ സംഘത്തിന്റെ മോഷണത്തിന്റെ മനഃശാസ്ത്രം എന്താണ്? എന്തുകൊണ്ട് അവർ സ്ത്രീകളെയും കുട്ടികളെയും ഇടത്തരം കുടുംബങ്ങളെയും ലക്ഷ്യം വെക്കുന്നു? തീർച്ചയായിട്ടും അതൊരു സൈക്കോളജിക്കലി അതിനെ വ്യൂ ചെയ്യുമ്പോൾ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ട്രൈറ്റുകളായിട്ടാണ് കാണുന്നത്. അതായത് ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ വരുന്ന വൈകല്യങ്ങൾ പലപ്പോഴും പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ അല്ലെങ്കിൽ മാനസിക വൈകല്യങ്ങളായി മാറാറുണ്ട്. അത് ആ വ്യക്തി വളർന്നു വരുന്ന സാഹചര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ബൈ നേച്ചർ ആയിരിക്കാം. അപ്പോ പ്രധാനമായിട്ടും ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഇഷ്യൂസ് ആയിട്ടാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കാണുന്നത്. അപ്പോ ഈ ചില ഇത്തരത്തിലുള്ള ബിഹേവിയർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകല്യങ്ങളുള്ള ആൾക്കാര് അവരുടെ ആക്ട് ഒരു പ്രത്യേക പാറ്റേണിൽ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇപ്പൊ ചില ആൾക്കാര് ഒട്ടും വാല്യൂ ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു മൂല്യവും ഇല്ലാത്ത ചില കാര്യങ്ങളായിരിക്കും മോഷ്ടിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വലിയ രീതിയിലുള്ള ഫിനാൻഷ്യൽ ആയിട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഗെയിനോ ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ അങ്ങനെയുള്ള പല കേസുകളും കണ്ടിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഒരു സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവര് ശ്രമിക്കുമ്പോൾ ഈ വാല്യൂബിൾ അല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ പോലും ആ അർജിൽ നിന്ന് അവർക്ക് പിന്മാറാൻ കഴിയാത്ത ഒരു പ്രത്യേക മാനസികാവസ്ഥ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോ ഇതൊന്നും തന്നെ ഒരിക്കലും ഇവരുടെ ആക്ട് ന്യായീകരിക്കുന്നതല്ല. തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ വളരെ എത്രയും വേഗം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതും
വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെന്റ് അവർക്ക് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കുലത്തൊഴിൽ അപ്പോ പോലെ ഇതിന്റെ ഈ ഒരു മോഷണം ഒരു കുലത്തൊഴിലാക്കിയവരാണ് ഈ കുറുവ സംഘങ്ങൾ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോ ഇന്ദു പറഞ്ഞ ഒരു സാഹചര്യം ഡോക്ടർ കേട്ടോ? എന്നുവെച്ചാൽ പെട്ടെന്ന് ഒരു അനക്കം കേൾക്കുന്നു, അത് സ്വപ്നമാണോ എന്താണെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്നു. അതിനുശേഷം പുറത്ത് എന്തോ എഴയുന്നത് പോലെ തോന്നുന്നു. അതിപ്പോൾ മാല പൊട്ടിക്കാനുള്ള ശ്രമമായിരുന്നു. പെട്ടെന്ന് ഉണരുന്നു, ഈ രൂപം കാണുന്നു, പിന്നീട് അലറി വിളിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. അതെങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ മാത്രവുമല്ല, ഇങ്ങനത്തെയുള്ള വാർത്തകൾ വരുമ്പോൾ ആളുകൾക്ക് എന്ത് ബഹളം കേട്ടാലും എന്തനക്കം കേട്ടാലും പേടിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം. ചിലപ്പോൾ പൈപ്പൊക്കെ തുറന്ന് വിട്ടിട്ട് അതിൻ്റെ ശബ്ദം കേട്ട് ആളുകളെ കൊണ്ട് കതവ് തുറന്ന് അവർ പുറത്തിറങ്ങാനുള്ളൊരവസരം ഇവർ സൃഷ്ടിക്കുമെന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ നമ്മളെങ്ങനെയാണ് കരുതിയിരിക്കേണ്ടത്? പോലീസ് പറയുന്നു എല്ലാവർക്കും ജാഗ്രത വേണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നു. ഒരു സംഭവത്തെ ഫേസ് ചെയ്യുമ്പോൾ ഈ രീതിയിൽ തളർന്നു പോകാതിരിക്കാൻ, ശബ്ദം പോലും എടുത്ത് നമുക്കൊരു സഹായം പോലും അഭ്യർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിൽ തളരാതിരിക്കണമെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ആ മനക്കരുത്ത് നേടേണ്ടത്? ഇന്ദുവിന്റെ കേസ് ഞാൻ വളരെ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരി ആക്ച്വലി ഈ ഒരു ഇൻസിഡന്റ് വളരെ ട്രോമാറ്റിക് ആയിട്ടാണ് പുള്ളിക്കാരി ഫേസ് ചെയ്തിരിക്കുന്നത്. ഒരു പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ പോലുള്ള സിംറ്റംസ് മേ ബി പുള്ളിക്കാരിക്ക് ഉണ്ടാവാം. ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ആ ഒരു ഇമേജ് ഇപ്പോഴും പുള്ളിക്കാരുടെ ഉള്ളിൽ വളരെ ഹോണ്ടിങ് ആയിട്ട് നിലനിൽക്കുന്നതായിട്ടാണ് ഈ നേരത്തെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരി പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത്. അപ്പൊ അത് വളരെ കൺസേൺ ആവേണ്ടുന്ന, അല്ലെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് പുള്ളിക്കാരിക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ ഇതിന് ഒരു മുൻകരുതൽ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ ഒരു സെൽഫ് റിസൈലൻസ് കപ്പാസിറ്റി ബിൽഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇപ്പോ നേരത്തെ ആ കളരിയുടെ ട്രെയിലർ ഒരു പരിധിവരെ അത് പ്രതിരോധിക്കാനും വളരെ സ്ട്രോങ് ആയിട്ട് അത് ഒപ്പോസ് ചെയ്യാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള ഒരു സെൽഫ് റിസൈലൻസ് കപ്പാസിറ്റി എല്ലാവരും ബിൽഡ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു പോസ്റ്റ് മോഡേൺ കാലഘട്ടത്തിൽ കറേജ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. പലരും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികളെ ഒരു സ്ട്രോങ് ആയിട്ട് ഒപ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ വളരെ കറേജിയസ് ആയിട്ട് ഫേസ് ചെയ്യാനോ ഉള്ള സാഹചര്യങ്ങളോ അല്ലെങ്കിൽ മാനസികാവസ്ഥയോ പലർക്കും കുറവായിട്ടാണ് കാണുന്നത്. അപ്പോ റിസൈലൻസ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവെൽക്കമിങ് ആയിട്ടുള്ള പല കാര്യങ്ങളും പല സിറ്റുവേഷൻസിലും നമ്മൾ ഫേസ് ചെയ്യണം. ലൈഫ് എന്ന് പറഞ്ഞാല് അത്തരത്തിലൊരു എന്താ പറയുക, ഒരു അൺഎക്സ്പെക്ടേഷൻസ് എപ്പോഴും മീറ്റ് ചെയ്യാൻ സാധ്യത ഉള്ള ഒരു വെഞ്ചറായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടേണ്ടത്. അപ്പോ ആ മുൻകരുതലോടുകൂടെ അല്ലെങ്കിൽ ഒരു റിസൈലൻസ് ബിൽഡിങ്ങിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനെ മാനസികമായിട്ട് ഒരു പരിധി വരെ നേരിടാനായിട്ട് കഴിയുകയുള്ളൂ. ഇതിലൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രോമ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൈക്കോളജിക്കൽ സപ്പോർട്ട് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ സൈഡിൽ നിന്ന് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ശരി, ഞാൻ മറ്റ് അതിഥികളിലേക്കും എത്താം. സുഭാഷ് ബാബു റിട്ടയർഡ് SP ഉണ്ട് നമുക്കൊപ്പം. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ സുഭാഷ് ബാബു വീണ്ടും ചേരുകയാണ്. ശ്രീ സുഭാഷ് ബാബു, ആലപ്പുഴ, എറണാകുളം ഈ രണ്ടിടങ്ങളിലാണ് ഇപ്പോൾ കുറുവ ഭീതി ഉണ്ടായിരിക്കുന്നത്, അറ്റംപ്റ്റ് ഉണ്ടായിരിക്കുന്നത്. പോലീസ് ജാഗ്രത പാലിക്കണം എന്ന് പറയുമ്പോൾ എന്ത് കരുതലാണ് സ്വീകരിക്കാൻ കഴിയുക? എങ്ങനെയാണ് ഈ സംഘത്തെ കരുതേണ്ടത്? വളരെ ആക്രമണകാരികളാണ്, പക്ഷേ അടച്ചുറപ്പില്ലാത്ത വീടുകളും പാവങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇവരുടെ ഓപ്പറേഷൻ നടത്തുന്നത്. അപ്പോൾ എന്ത് കരുതൽ സാധ്യമാകും? എങ്ങനെയാണ് ജാഗ്രതയോടെ തുടരേണ്ടത്? പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇവര് ആ പ്രദേശത്ത് സാന്നിധ്യമുണ്ടെന്ന് അറിയിക്കാൻ പോലീസിന് കഴിയും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതേമാതിരിയുള്ള ഗ്യാങ് ഓപ്പറേഷൻ, അതായത് കുറുവാ സംഘം മാതിരിയുള്ള തിരുടർ സംഘം, അങ്ങനെ പല പേരിൽ ഇവരെ അറിയപ്പെടുന്നു. ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ പേരിലാണ് ഇവരെ അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിങ്ങനെ വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ കുറെ അധികം അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളുടെ ഫോട്ടോഗ്രാഫും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവരുടെ
അതാത് സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള സംഘങ്ങളെ തിരിച്ചറിഞ്ഞ് അവരെ സംബന്ധിച്ചുള്ള അവരൊക്കെ പിന്നെ ഈ പോലീസിന്റെ ക്രൈം ആൻഡ് ക്രിമിനൽ മോണിറ്ററിംഗ് സിസ്റ്റത്തിനകത്തിൽ വരുന്ന ഫോട്ടോസ് ഉണ്ടാകും. അതൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകളെ കാണിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. അതേമാതിരി ഇപ്പൊ നമ്മുടെ പലപ്പോഴും ഈ ഓൺലൈൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ഇതൊക്കെ ഇവരുടെ ഓൺലൈൻ അയച്ചു കൊടുത്ത കുറെ ആളുകളെങ്കിലും വളരെ ജാഗ്രതയോടുകൂടി തിരിച്ചറിയപ്പെടുകയാണെങ്കിൽ അവരെ ചോദ്യം ചെയ്യുകയും പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്യും. പിന്നെ രാത്രി ഭാഗത്ത് വരുന്ന ഇതേമാതിരി ഈ സ്ഥലം കണ്ടെടുക്കാൻ വേണ്ടി വരുന്ന സ്ത്രീകള് അല്ലെങ്കിൽ കുട്ടികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭിക്ഷക്കാരുടെ മാതിരി വരുന്ന പറഞ്ഞിട്ട് അവരെയൊക്കെ ശരിക്ക് ചോദ്യം ചെയ്ത് വിടുക. അവരെവിടെ നിന്ന് വന്നു, അവരുടെ ഐ ഡി ചോദിക്കുക. ഐ ഡി ഇല്ലാത്തവരെ ഉണ്ടെങ്കിൽ പിടിച്ചൊന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുക. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തൊന്നും അവർ ഒഴിഞ്ഞു പോകും ഭയപ്പെട്ടിട്ട്. കാരണം ഇതിൽപ്പെട്ട ഈ ഗ്രൂപ്പിൽപ്പെട്ട എങ്ങനെയായാലും ഒരു 10-15 എങ്കിലും മിനിമം ആളുകളായിരിക്കും ഈ വരുന്നത്. അപ്പൊ ആ ആളുകളിൽ ഒരാളെ എവിടെന്നെങ്കിലും പിടിച്ച് ഇതേമാതിരി പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ ആ ആളുകൾ ആ പ്രദേശത്ത് നിന്ന് വിട്ടുപോകും. അപ്പൊ അങ്ങനെ പോലീസ് നമ്മുടെ പൊതുജനങ്ങളുടെ ജാഗ്രതയും അതിനോടൊപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പരിമിതികൾ ഉണ്ടായാൽ പോലും ഇത് ഏറ്റവും വലിയ ഒരു പ്രധാന പ്രശ്നം, ഒരു സംരക്ഷണത്തിന്റെ പ്രശ്നമാണ്. അത് സാധാരണ ജനങ്ങളെ ബാധിക്കുന്നതായതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് അക്രമകാരികളായ ഒരു കൊള്ളസംഘം. ശ്രീ സുഭാഷ് ബാബു, നമുക്കറിയാം പോലീസ് പട്രോളിംഗ് എത്രമാത്രം ഈ ഘട്ടങ്ങളിലൊക്കെ ആവശ്യമാണെന്ന്. പക്ഷേ നഗരപ്രദേശങ്ങളിൽ പോലും വളരെ വിരളമാണ് ഇപ്പോൾ പോലീസിൽ ഉള്ള, നമുക്കറിയാം എണ്ണയടിക്കാൻ പോലും പൈസ ഇല്ല എന്നുള്ള പരാതി പറച്ചിലൊക്കെ നമ്മൾ ഇടക്കാലത്തൊക്കെ കേട്ടതാണ്. അപ്പോൾ പല പല സാഹചര്യങ്ങളുണ്ട്. ജോലിഭാരം ഒരു കാരണമാണ്, വാഹനം ലഭ്യമല്ലാത്തത്, അങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെ കേരള പോലീസ് പോകുന്നുണ്ട്. നഗരത്തിൽ പോലും പട്രോളിംഗ് വളരെ കുറവാണ്. ലഹരി മാഫിയകളും മറ്റു മാഫിയകളും ഒക്കെ അഴിഞ്ഞാടുന്നു. പക്ഷേ ഇത് നോക്കൂ, ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, ഏറ്റവും ഗ്രാമപ്രദേശങ്ങൾ, അങ്ങനെയുള്ള കേന്ദ്രങ്ങൾ, അടച്ചുറപ്പില്ലാത്ത വീട്, ഇവിടെയൊക്കെ കേന്ദ്രീകരിച്ചാണ്. അവിടെയൊക്കെ എത്തുക, ജാഗ്രതയോടുകൂടി ഇരിക്കുക. നമ്മുടെ സംവിധാനം അതിന് മാത്രം പര്യാപ്തമാണോ? പോലീസിനെ സംബന്ധിച്ച് പരിമിതികളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം വാഹനങ്ങളുടെ പ്രശ്നമുണ്ട്, അവരുടെ മൊത്തം അംഗസംഖ്യയുടെ പ്രശ്നങ്ങളുണ്ട്. ഒക്കെ തന്നെയാലും ഒരു പരിധി വരെ അത് ചെയ്യണം. രാത്രി കാലങ്ങളിൽ പോലീസിംഗാണ് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിരിക്കുന്ന മാതിരിയാണ് എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. രാത്രി കാലങ്ങളിലാണ് ഇവരെ കൂടുതൽ ശ്രദ്ധയോടുകൂടി നോക്കേണ്ടത്. അത് 12 മണി കഴിഞ്ഞാൽ 2 മുതൽ 4 വരെയൊക്കെയുള്ള സമയമാണ് ഇവർ ഏറ്റവും സജീവമായി ഇതിനിറങ്ങുന്നത്. 1 മുതൽ 4 വരെയുള്ള സമയത്ത് 1 മുതൽ 4 വരെ ഉള്ള സമയത്ത് വീട്ടിലുള്ള ആളുകൾ ഉണർന്നിരിക്കുകയോ അല്ലെങ്കിൽ ജാഗ്രതയോടുകൂടി നോക്കുകയോ ആ പ്രദേശത്ത് ആരെങ്കിലും ചെറുപ്പക്കാരോ ഒരു പെട്രോളിങ്ങോ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഇത് നമുക്കിതിന് അറിവ് വരുത്താൻ പറ്റും. പിന്നെ അവരെ രാത്രി കാലങ്ങളിൽ ആ പ്രദേശത്തുകാരല്ലാത്ത ആളുകളെ വിളിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനം ചെറുപ്പക്കാരുടെ ഇടയിൽ നമ്മള് പുതുതായിട്ട് അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടാക്കി കൊണ്ടുവരണം. കാരണം ഇത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് എത്രമാത്രം ചെയ്തു നമുക്കറിയാം. അവർക്ക് വലിയ താല്പര്യം ഉണ്ടെന്ന് എന്റെ അഭിപ്രായത്തിൽ അവർക്കൊന്നും ഇപ്പൊ വലിയ താല്പര്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, എന്തായാലും ഇപ്പോൾ ഒരുപാട് വീടുകൾ കേന്ദ്രീകരിച്ചായതുകൊണ്ട് ആലപ്പുഴയിൽ 7 അംഗ സംഘം അന്വേഷിക്കുന്നു. എറണാകുളം പറവൂരിലെ സംഭവം അത് 10 അംഗ സംഘമാണ് അന്വേഷിക്കുന്നത്. റൂറൽ SP ഒക്കെ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ സ്ഥലത്തെത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി ഗൗരവമായി ഇത്രയും ഒരു വ്യാപകമായിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഗൗരവത്തോടു കൂടി പോലീസ് ഇടപെടുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീ R റിയാസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമാണ് റിയാസ്. ഈ കുറുവ സംഘത്തിന്റെ ഭീഷണി നിലനിൽക്കുമ്പോൾ ആളുകൾ ജാഗ്രതയോടെ കൂടെ തുടരണമെന്ന് പറയുമ്പോൾ നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകൾക്കൊക്കെ ഒരു പങ്ക് ഇതിൽ ചെയ്യാനുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ കുറച്ച് ജാഗ്രത കാട്ടിയാൽ, ഇപ്പോൾ നമുക്കറിയാം ഇത് കുറുവാ സംഘമാണ് എന്ന വിവരം ലഭിക്കുന്നത് പോലും CCTV ദൃശ്യങ്ങളിൽ നിന്നാണ്. പല റെസിഡൻസ് അസോസിയേഷൻ്റെയൊക്കെ CCTVകളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സമൂഹം ഒന്ന് ജാഗ്രതയോടുകൂടി നിന്നാൽ കുറച്ചൊക്കെ ഇതിൽ നിന്ന് ഇവരെ അകറ്റി നിർത്താൻ കഴിയും. ആക്രി പറക്കാനും പിന്നെ മറ്റ് പല ജോലികൾക്കുമായി പകല് ഇവർ കറങ്ങി നടക്കും, സ്ഥലങ്ങൾ കാണും, കണ്ടുപിടിക്കും. സ്ത്രീകൾ ഒറ്റയ്ക്കുള്ളിടത്ത് എളുപ്പം കയറി പറ്റാൻ പറ്റുന്നിടമൊക്കെ കരുതുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ പല വിധത്തിൽ നമുക്ക് ഇടപെടലുകൾ നടത്താം. നിങ്ങൾ അവിടെ ഈ സംഭവങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തതിന് ശേഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ എങ്ങനെയാണ് ഇടപെടുന്നത്? ജനപ്രതിനിധികൾ ഈ വിഷയത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണ്? ആളുകൾക്ക് ഏതൊക്കെ വിധത്തിൽ സഹായമാകാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും സുരക്ഷിതമായി കരുതുന്ന കേന്ദ്രം അവന്റെ വീട് തന്നെയാണ്. ആ വീടിനകത്ത് സുരക്ഷിത ബോധത്തോടു കൂടി കിടക്കുന്ന സന്ദർഭങ്ങളിലാണ് ഇത്തരം സംഘങ്ങൾ വീടിനകത്തേക്ക് കടന്നു വരുന്നു എന്നുള്ളത് ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യപ്പെടുകയും പരിഹരിക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്, ഇവർ സാധാരണക്കാരുടെ വീടുകളിൽ വരുന്നു, സ്ത്രീകളുള്ള വീടുകളിൽ വരുന്നു എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അവർ കൃത്യമായി ഓരോ പ്രദേശത്തെയും വീടിനെ സംബന്ധിച്ചും പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അവർ ഐഡന്റിഫൈ ചെയ്ത് ഫോക്കസ് ചെയ്ത് ആ വീടുകളിൽ വരുന്നു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CCTV ഉള്ള വീടുകള്, CCTV ഉള്ള പ്രദേശങ്ങള്, മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോകുന്നത് വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ആസൂത്രണത്തോടു കൂടിയാണ് ഈ പ്രവർത്തനത്തെ അവർ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനകത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പോലീസ് സംവിധാനത്തോടൊപ്പം പ്രാദേശികമായി ജനങ്ങളുടെയും നേരത്തെ സൂചിപ്പിച്ച റെസിഡന്റ് അസോസിയേഷന്റെയും ജനപ്രതിനിധികളുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും കൂടെ ഒരു സഹായം ഇക്കാര്യത്തിൽ ഉണ്ടായാൽ വളരെ പെട്ടെന്ന് ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് അവരെ കണ്ടെത്താൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നതാണ്. കേരളത്തിലെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം കേരള പോലീസ് നമുക്ക് അഭിമാനമാണ്. കുറുവാ സംഘത്തെ കൃത്യമായി കേരള പോലീസ് പിടിക്കും. അതിനകത്ത് യാതൊരുവിധ ആശങ്കയും നമ്മൾ ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇപ്പോ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള മോഷണവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആളുകളെ എല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഡൽഹിയിലും UP-യിലും എല്ലാം പോയി നമ്മുടെ പോലീസ് സാഹസികമായി പിടിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പോലീസിലുള്ള ആത്മവിശ്വാസം ജനങ്ങൾക്കുണ്ട്. നല്ല പോലീസ് സംവിധാനവും നിയമ സംവിധാനവും കർശനമായി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും വീട്ടിൽ കിടന്ന് ഉറങ്ങാനും സ്വതന്ത്രമായി സഞ്ചരിക്കാനും ഒക്കെ കഴിയുന്ന സാഹചര്യം നിലവിലുള്ളത്. റിയാസ്, അപ്പോഴും ആളുകൾക്ക് ഭീതിയുണ്ട് വലിയ രീതിയിൽ. ഇതിപ്പോ ഇവര് ആലപ്പുഴയിൽ നിന്നിപ്പോൾ എറണാകുളത്ത് എത്തിയിരിക്കുന്നു, പറവൂരിൽ എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് എങ്ങോട്ട് പോകും, ഇവിടെ വരുമോ എന്നൊക്കെയുള്ള ഭീതി ഓരോ മനുഷ്യരെ സംബന്ധിച്ചുമുണ്ട്. ഇപ്പോൾ റിയാസിന് ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങളുടെ സ്ഥലത്തിനടുത്ത് തന്നെയാണ് ഇന്ദു ഉള്ളത്. അപ്പോൾ അവർക്ക് അതിന്റെ ഭീതി, ആ ആക്രമണത്തിന്റെ ഭീതി ഇതുവരെ മാറിയിട്ടില്ല. അപ്പോൾ ശബ്ദം എടുത്ത് വിളിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയെന്നാ പറയുന്നത്. അപ്പോൾ അനുഭവസ്ഥരായിട്ടുള്ളവർ, ഇതിനിരയായിട്ടുള്ളവർ, മോഷണത്തിന് ഇരയായിട്ടുള്ളവർ പല വിധത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. 3 പവന്റെ സ്വർണം, ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വില അറിയാമല്ലോ, 3 പവന്റെ സ്വർണം നഷ്ടപ്പെട്ട് അതിനൊപ്പം തന്നെ ആ പേടി ഇതുവരെ വിട്ടുമാറാത്ത അവസ്ഥ. മറ്റുള്ളവർ ഇവരെ ഇനിയും എത്തുമോ എന്നുള്ള പേടിയിൽ കഴിയുന്ന ജനങ്ങൾ. അപ്പോൾ അവർക്കൊക്കെ എങ്ങനെയാണ് ആത്മവിശ്വാസം നിങ്ങൾ നൽകുന്നത്? അതിന് പ്രത്യേക ഇടപെടലുകൾ എങ്ങനെയാണ് നടത്തുന്നത്? ഞാൻ നേരത്തെ ആദ്യം തുടങ്ങിയ വാക്കുകളിൽ തന്നെ അതുണ്ടെന്ന്. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സുരക്ഷിതമായി നമ്മൾ കരുതുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട് തന്നെയാണ്. ആ വീടിനകത്തേക്ക് നമ്മുടെ സുരക്ഷിതത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നത് പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. അതിനെ നമുക്ക് തരണം ചെയ്യാൻ കഴിയണം. അതിനുള്ള സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ റെസിഡന്റ് അസോസിയേഷനുകളും നമ്മുടെ നാട്ടിലെ ജനങ്ങളും സന്നദ്ധ സംഘടനകളും അതുപോലെ വായനശാല പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ രാത്രികാലങ്ങളിൽ പോലീസിനെ സഹായിക്കാൻ കഴിയുന്ന രൂപത്തിൽ പ്രാദേശികമായ സംവിധാനങ്ങൾ കൂടെ, പ്രാദേശികമായ പരിശോധന കൂടെ നടത്താൻ കഴിയുന്ന സംവിധാനം ഉണ്ടാക്കിയാൽ നമുക്ക് വളരെ ഫലപ്രദമായി വരും. ഇപ്പൊ ജനങ്ങൾ ഒരു പ്രദേശത്ത് ഇങ്ങനെ സംവിധാനം ഉണ്ട്, അല്ലെങ്കിൽ അത്തരം ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ആര് വന്നാലും ഇതിനകത്ത് പെടാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ പലപ്പോഴും ഇവര് സഞ്ചരിക്കുന്ന സ്ഥലങ്ങള് റോഡ് സൈഡുകൾക്കുള്ള വീടുകളല്ല, പ്രധാനപ്പെട്ട നിരത്തുകളിലല്ല, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലല്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നത് അവരതിനെ സംബന്ധിച്ച് ശരിയായ ഓരോ പ്രദേശത്തെ സംബന്ധിച്ച് ശരിയായി പഠിച്ച് ബ്രില്യന്റ് ആയിട്ടാണ് അവർ അത്തരം കാര്യങ്ങളെ ചെയ്യുന്നത്. അപ്പൊ അതിനെ നമുക്ക് കവർ ചെയ്യണമെങ്കിൽ ഒരു ജനകീയമായിട്ടുള്ള നിയമവ്യവസ്ഥയെ പോലീസിന്റെ സഹായത്തോടു കൂടി, ജനങ്ങളുടെ സഹായത്തോടു കൂടിയിട്ടുള്ള സംവിധാനം ഉണ്ടാകണം. പഞ്ചായത്തുകളും എല്ലാം അത്തരം കാര്യത്തെ സംബന്ധിച്ച് ആലോചിച്ച് കൊണ്ടിരിക്കുകയാണ്. ഉറപ്പായും ഈ മുൻ സന്ദർഭങ്ങളിലെല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ശരി, ഇന്ദു വലിയ മാനസിക വിഷമത്തിലൂടെ ആയിരിക്കും പോകുന്നത്. ആകെയുള്ള സമ്പാദ്യമൊക്കെ, അല്ലെങ്കിൽ നമ്മളുടെ പ്രധാന സമ്പാദ്യം അത് നഷ്ടപ്പെടുന്നതിന്റെ വിഷമം ഉണ്ടാകും. പിന്നീട് ആ ഉണ്ടായ ദുരനുഭവത്തിന്റെ ഭീതി ഉണ്ടാകും. ആ വീട്ടിൽ തുടരുമ്പോഴൊക്കെയും രാത്രിയാകുമ്പോഴൊക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. ഈ സംഭവം ഉണ്ടായതിനു ശേഷം പോലീസ് എത്തിയോ? കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞോ? മറ്റ് ജനപ്രതിനിധികളൊക്കെ വന്നിരുന്നോ? എന്തെങ്കിലുമൊക്കെ ആശ്വാസവാക്കുകളും സഹായങ്ങളും ഒക്കെ ഉണ്ടോ? പോലീസും ജനപ്രതിനിധികളെല്ലാവരും എത്തി. നമുക്ക്
എല്ലാവരും ആശ്വാസവാക്കുകൾ പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ഭീതി ഇതുവരെയും നമുക്ക് വിട്ടുമാറിയിട്ടില്ല. പകലൊക്കെ എപ്പോഴും എൻ്റെ വീട്ടിലെ ആൾക്കാരാണ്. എന്നാലും നമുക്കിപ്പോഴും നമ്മുടെ മുറിയിലോട്ട് കയറുമ്പോൾ ആ രൂപമാണ് നമ്മുടെ മനസ്സിൽ. നമുക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. ആ നമുക്ക് പേടിയാണ്. എൻ്റെ മകൾക്ക് പോലും ഇപ്പോഴും പേടിയാണ്. ഉം. നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. പോലീസ് എന്താണ് പറയുന്നത്? പോലീസ് അവര് അന്വേഷിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അവര് വന്ന് അന്വേഷണങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. തിരിച്ചു കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? മാല തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടോ ഇതു? കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എനിക്ക്. ഇപ്പോ CCTV ഒക്കെ ഉള്ള ഇടങ്ങളിൽ അവിടെ അതിലേക്കൂടെ യാദൃച്ഛികമായി പോകുമ്പോഴാണ് ഇവരുടെയൊക്കെ ഫോട്ടോ പതിച്ചിട്ടുള്ളത്. ഇന്ദുവിന്റെ വീടും പരിസരവും ഒക്കെ എങ്ങനെയാണ്? അവിടങ്ങളിൽ എവിടെ നിന്നെങ്കിലും CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? CCTV ദൃശ്യങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന അടുത്തില്ല. പോയിരിക്കുന്ന പോലീസ് നായ പോയിരിക്കുന്നത് അതില്ലാത്ത സ്ഥലത്തോടാണ് പോയിരിക്കുന്നത്. വീട്ടിൽ നിന്ന് പരിശോധിച്ചതിന് ശേഷം ഇതില്ലാത്ത സ്ഥലത്തുകൂടെയൊക്കെയാണ് പോയിരിക്കുന്നത്. ഇന്ദു, ഈ സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും സംശയകരമായ ആരെങ്കിലും ഈ ആക്രി പറക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തിനെങ്കിലും, അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഇവരുടെ ആദ്യം വന്ന സ്ഥലം നോക്കി വെക്കും, പിന്നീടാണ് രാത്രി മോഷണത്തിന് ഇറങ്ങുക എന്ന്, അങ്ങനെ എന്തെങ്കിലും സംശയകരമായി എന്തെങ്കിലും അതിനു മുൻപുള്ള ദിവസങ്ങളിൽ തോന്നിയിട്ടുണ്ടോ? ഓർത്തെടുക്കും. ഇല്ല, ഒരു 2 ആഴ്ചക്ക് മുമ്പായിട്ട് ഒരു പപ്പടം വിൽക്കാനായിട്ട് ഒരാൾ വന്നായിരുന്നു. പക്ഷെ ഞാനത് പിന്നെ പോലീസിനോട് പറഞ്ഞു. അത് അങ്ങനെ ഇതായിട്ട് തോന്നിയില്ല. ഒരാളെ എനിക്ക് തോന്നിയുള്ളൂ സംശയമായിട്ട്. എന്നുവെച്ചാൽ അവര് മലയാളികൾ അല്ലാത്ത ആളുകളില്ലേ? അല്ല, മലയാളിയായിരുന്നു. ഓക്കെ. വേറെ ആരും ഒന്നും സംശയകരമായി തോന്നിയിട്ടില്ല? ഇന്ദുവിനും തോന്നിയിട്ടില്ല? അടുത്ത ഇടങ്ങളിലൊന്നും അങ്ങനെ ആരും വന്നതായിട്ടൊന്നും അറിയില്ല? ഇല്ല, അറിയില്ല. ഇതിനു മുൻപ് 2019-ലും 2022-ലും ഒക്കെ കുറുവ സംഘങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതും ഈ തെക്കൻ കേരളത്തിലാണ് കൂടുതലായും ഉണ്ടായിട്ടുള്ളത്. ആ സമയത്തെങ്ങാനും അടുത്തോ മറ്റോ മോഷണം നടന്നതായിട്ടോ അല്ലെങ്കിൽ കുറുവ സംഘം എത്തിയതായിട്ടോ മറ്റോ അറിവുണ്ടായിരുന്നോ? ഞങ്ങളുടെ ഈ പരിസരത്ത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭീതിയേ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് രാത്രിയിലൊക്കെ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുമായിരുന്നു. അല്ലാതെ ഇപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടിന് പുറത്തോട്ടിറങ്ങാൻ പോലും പേടിയാണ്. ഞങ്ങളുടെ പരിസരവാസികളെല്ലാം പേടിച്ചാണ് ഇരിക്കുന്നത്. ഓക്കെ, നിതിൻ, ഇതിപ്പോ നമുക്ക് പല വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ വിമാനത്തിൽ വന്ന് മോഷണം നടത്തി മടങ്ങുന്ന കള്ളന്മാരെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. കള്ളന്മാരും ഹൈടെക് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നോക്കൂ, ഇവിടെ യാതൊരു മാറ്റവുമില്ല. കാലാകാലങ്ങളായി ഒരേ രീതിയാണ്. ഒരു തരത്തിലുള്ള ഗാഡ്ജറ്റ്സും ഉപയോഗിക്കില്ല. പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഈ CCTV ഉള്ള ഇടങ്ങളിൽ പോലും വരുത്തില്ല. ഒറ്റ മോഷണത്തിൽ തന്നെ വേണമെങ്കിൽ കുറേ അധികം സ്വർണവും പണവും ഒക്കെ സമ്പാദിക്കാൻ പറ്റുന്ന ഇടങ്ങൾ തേടില്ല. സാധാരണ മനുഷ്യരെ മാത്രം നോക്കി ഏറ്റവും പ്രാകൃതമായ രീതിയിൽ ഇപ്പോഴും മോഷണം നടത്തുന്നു ഒരു കൂട്ടം ആളുകൾ. എന്തുകൊണ്ടായിരിക്കും അത്? അവരുടെ ഒരു സ്റ്റൈല് ഇപ്പൊ സൂചിപ്പിച്ച പോലെ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റൈല് തന്നെയാണ് ഈ തെഫ്റ്റില് അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഇപ്പം പോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടെക്നോളജിക്കൽ ഇന്റർവെൻഷൻസ് വെച്ച് അവരെ ഫോളോ ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ ഒരു പക്ഷേ അവർക്ക് നമുക്ക് ഈ കുറുവ സംഘത്തെ പറ്റി അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള അക്കാഡമിക് ലിറ്ററേച്ചർ ഒന്നും അധികം അവൈലബിൾ അല്ല. അപ്പൊ അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, അവർ എഡ്യൂക്കേറ്റഡ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. നമ്മുടെ ഒരു നിലവിലുള്ള സസ്പിഷൻ അനുസരിച്ച് അതൊന്നും ഇല്ല എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള എഡ്യൂക്കേഷൻസും അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അവയർനെസ്സും ഇല്ല എന്നുള്ളതാണ് പൊതുവിൽ മനസ്സിലാക്കുന്നത്. അപ്പോ ആ രീതിയിൽ പോവുകയാണെങ്കിൽ അവർക്കിതൊരു ഹെൽപ്പായിട്ടാണ് കാണുന്നത്. ഈ ടെക്നോളജി ഒന്നും തന്നെ അവര് ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നത് അവരെ പിടികൂടുന്നതിനൊരു തടസ്സമായിട്ട് വരുന്നുണ്ട്. അപ്പം പഴയ രീതിയിലുള്ള വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയാണ് അവര് ഈ കാര്യങ്ങളിൽ അവർ യൂസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. പക്ഷെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടൊരു ഇന്റർവെൻഷൻ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ് എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് കുറെ കൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ്. നൈബർഹുഡ് ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു
ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോക്കൽ ഏരിയയിലേക്ക് ഒരു ആള് പകൽ സമയത്ത് അല്ലെങ്കിൽ എന്തായാലും നേരത്തെ വന്ന് ആ പ്രദേശത്തെ പറ്റി ഒരു ഐഡിയ ഉണ്ടാക്കുന്നുണ്ടാവുമല്ലോ. അപ്പം ഒരാൾ വരുമ്പോൾ ആളുമായിട്ട് വളരെ കോർഡിയലായിട്ട് ഡിഗ്നിറ്റിയോടുകൂടെ തന്നെ സംസാരിക്കാനും ഒന്ന് പരിചയപ്പെടാനും അതൊക്കെ ശ്രമിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഒഴിവാക്കുന്നതിന് സാധിക്കും. അപ്പോ ഈ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ അല്ലെങ്കിൽ നൈബർഹുഡ് ഇന്ററാക്ഷൻസ് പലപ്പോഴും കമ്മ്യൂണിറ്റിയെ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ളത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി. ഇപ്പോ നമ്മൾ ആലപ്പുഴയിലേത് കുറുവ സംഘം തന്നെയെന്ന് സ്ഥിരീകരിക്കുന്നു. പക്ഷേ പറവൂരിൽ ഉണ്ടായിട്ടുള്ളതിന് പിന്നിൽ കുറുവ സംഘമാണോ എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡാനി പോൾ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡാനി, ആലപ്പുഴയിൽ നിന്ന് പറവൂരിലേക്ക് ഇതേ സംഘം തന്നെ എത്തിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ പല സംഘങ്ങളായി തിരിഞ്ഞുള്ള ശ്രമമായിരിക്കും, മോഷണ ശ്രമമായിരിക്കും നടക്കുന്നതെന്നൊക്കെ പറയുന്നു. എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? പക്ഷേ ഈ പറവൂരിൽ തന്നെ പലയിടത്ത് മോഷണ ശ്രമം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും മോഷണമൊന്നും നടന്നിട്ടില്ല എന്നത് കൂടി വരുന്നു. അത് പോലീസിനെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ടോ? രേണുക, ഇതിൽ പറവൂര്, വടക്കൻ പറവൂരിലെ ഈ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് തൂയിത്തറ പാലം എന്ന് പറയുന്ന പ്രദേശം ചേന്ദമംഗലത്തേക്ക് വരുന്ന ഒരു പ്രദേശമാണ്. ഇതിനോട് അനുബന്ധിച്ച് പാലത്തിന് സമീപമുള്ള വീടുകളിലാണ് പ്രധാനമായും തന്നെ ഈ കുറുവാ സംഘം എന്ന് സംശയിക്കപ്പെടുന്നവർ കേന്ദ്രീകരിച്ചത്. അതിൽ പല വീടുകളിലും എത്തുന്നു. അതായത് ഒരു സമയത്ത് ഒരു വീട്ടിലേക്ക് ചെന്ന അവിടെ നടത്തുന്ന ഒരു ശ്രമം അത് പൊളിയുന്നു, ആളുകൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ ആളുകൾ ബഹളമുണ്ടാക്കുന്നു, ലൈറ്റ് ഇടുന്നു. ആ സമയം കൊണ്ട് തന്നെ ഇവർ വളരെ പെട്ടെന്ന് അവിടെ നീങ്ങി തൊട്ടടുത്ത ഇടങ്ങളിലേക്ക് പോകുന്നു എന്നതാണ്. അത് ഏതാണ്ട് ഒരു 2 മണിക്കൂറിനുള്ളിൽ തന്നെ കൂടുതൽ ഏതാണ്ട് 10ഓളം വീടുകളിലേക്ക് ഇവർ എത്തുന്ന രീതിയിലേക്ക് വന്നു. പല വീടുകളിലും ഇവർ പിൻവാതിൽ ചെന്നിട്ട് അവിടെ വാതിൽ തുറക്കാനുള്ള ശ്രമം, കയ്യിലിരുന്ന കമ്പിവടിയോ മറ്റെന്തെങ്കിലും, ഒരു വീട്ടിൽ നിന്ന് കമ്പിവടി അവർ ഉപേക്ഷിച്ച രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചെന്നിട്ട് പിൻവാതിൽ അത് തുറക്കാനുള്ള ശ്രമം, അത് അതിശയപ്പെടുത്തുന്നത് അത് ശബ്ദമുണ്ടാക്കി തന്നെയാണ്, അവർ തള്ളി തുറക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ തള്ളി തുറക്കാൻ ശ്രമിച്ച പല വാതിലുകളും അവിടെ ആളുകൾ വളരെ പെട്ടെന്ന് ഉണരുകയും, തൊട്ടടുത്ത ജനവാസം വളരെ കൂടുതലുള്ള ഒരു മേഖലകളാണ് ഇതെല്ലാം തന്നെ, അടുത്തടുത്ത വീടുകൾ. അത് അവർ ബഹളമുണ്ടാക്കുമ്പോൾ തൊട്ടടുത്ത വീടുകളിലുമുള്ളവർ ഉണരുന്നു. ഇതുകൊണ്ടാണ് അവിടെ നിന്ന് ഇവർ ഓടി മറയുകയും ചെയ്യുന്നു. പലരും ഇവരെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ CCTV ദൃശ്യങ്ങളിൽ പിന്നീട് ഇത് പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നു, 2 പേര് ഇവിടെ ഉണ്ടായിരുന്നു എന്ന രീതിയിൽ അത് വ്യക്തമാവുകയും ചെയ്യുന്നു. നമ്മളെത്തിയ അവിടെ ഒരു വീട്ടിലുണ്ടായിരുന്നയാൾ പറയുന്നത് പിൻവാതില് വലിയ തുറക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അവിടേക്ക് ചെല്ലുമ്പോൾ അമ്മ അയാളെ വട്ടം പിടിച്ച് പുറത്തേക്ക് പോകരുത് എന്ന് പറയുകയും ചെയ്യുന്നു. അതിനുശേഷം വീട്ടിൽ ബഹളം ഉണ്ടാക്കുമ്പോൾ അടുത്ത വീട്ടുകാർ കൂടി ഉണരുന്നു. പിന്നീട് അവരവിടെ നിന്ന് പോയെന്ന് മനസ്സിലാക്കുമ്പോൾ മുൻവാതിൽ തുറക്കാൻ ശ്രമിക്കുമ്പോൾ അത് പുറത്തുനിന്ന് ഈ തസ്കര സംഘം, മോഷണ സംഘം തന്നെ അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു എന്നാണ്. അതായത് പിറകിലത്തെ വാതിൽ തകർത്ത് അവരകത്തേക്ക് കയറുമ്പോൾ മുൻവാതിലിലൂടെ തന്നെ ആരും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, അകത്ത് എന്തു സംഭവിച്ചാൽ അത് എന്തും നേരിടാൻ തയ്യാറായിക്കൊണ്ട് ഇവർ അകത്തേക്ക് കടക്കുന്ന ഒരു രീതിയാണ്. അത് തന്നെയാണ് ഈ കുറുവാ സംഘം എന്ന് പറയുന്ന ഈ മോഷണ സംഘത്തെ അതീവ അപകടകാരികൾ എന്ന് പറയുന്നത്. അതിനകത്തേക്ക് കയറുമ്പോൾ അവർ ഏത് അക്രമ സ്വഭാവത്തിലേക്കും അതുകൊണ്ട് തന്നെ ആണ് ഈ ഭീതിയും, നമ്മളുടെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സമ്പത്തോ സ്വത്തോ നഷ്ടപ്പെടും എന്നതിനപ്പുറം ഇവർ അപകടകാരികളാണ്, എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്നതാണ് ഈ ഭീതിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. നമുക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്ക് കൂടി എത്താം. എങ്ങനെ നമുക്ക് കരുതലുകൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കാം എന്നതിൽ സുഭാഷ് ബാബുവിൻ്റെ അഭിപ്രായം കൂടി തേടാം ഇടവേളയ്ക്ക് ശേഷം. ആണോ അതോ ലൈറ്റ് ഇല്ലാത്തതാണോ അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുക? മറ്റൊന്ന് ആഭരണങ്ങൾ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് ആയുധങ്ങൾ കരുതുന്നത്, ഏതെങ്കിലും ഇടത്ത് ആയുധങ്ങൾ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കരുതണം എന്ന് പറയും. പക്ഷേ പലപ്പോഴും അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനിൽ ആർക്കും എടുത്തതൊന്നും ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല. ചിലപ്പോൾ ആയുധങ്ങൾ നമ്മൾ കരുതുന്നത് ആ കക്കാനെത്തുന്നവർക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിക്രമിച്ച് കയറുന്നവർക്ക് പെട്ടെന്ന് ആയുധം കിട്ടുന്നതിന് ഇടയാക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ താങ്കൾക്ക് എന്താണ് ഈ ചർച്ച കാണുന്നവരോട് പറയാനുള്ളത്? ജാഗ്രതയുടെ ഭാഗമായി നമുക്ക് എങ്ങനെ കരുതിയിരിക്കാം? വീട്ടിനുള്ളില് ലൈറ്റ് ഇടാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് അവിടെ ചെറിയ ലൈറ്റേ ഉണ്ടാവുള്ളൂ, ആളുകളെ തിരിച്ചറിയാൻ സാധിക്കുന്ന രീതിയിലല്ല. എന്തായാലും ആരുടെങ്കിലും ആൽപ്പെരുമാറ്റം ഉണ്ടെങ്കിൽ കാണാൻ ഉതകുന്ന രീതിയിൽ ചെറിയൊരു ലൈറ്റ്
ഉണ്ടാവുന്ന ഒരു ഡിം ലൈറ്റ് മാതിരിയുള്ള ഞാൻ ഉണ്ടാവണമെങ്കിൽ ഉദ്ദേശിച്ചത് നല്ലതാണ്. വീടിന് പുറത്ത് ലൈറ്റ് ഇടുന്നതാണോ? പുറത്ത് ലൈറ്റ് ഇടുന്നതിനെ സംബന്ധിച്ചിടത്തോളം കൊടുത്ത് വീടിന്റെ നേരെ മുമ്പിൽ ലൈറ്റ് ഇടുകയാണെങ്കിൽ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവര് അത് ലൈൻ പൊട്ടി മുറിക്കുകയോ അല്ലെങ്കിൽ ഫ്യൂസ് ഊരുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അത് അവർക്കറിയാം ഇവിടെ ചെയ്യണം. അതിനേക്കാൾ ഉപരി വീടിന്റെ നിന്ന് അല്പം മാറിയിട്ട് പൊതുവെ ഇവര് അതിലെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ കാണാൻ ഉതകുന്ന രീതിയിലുള്ള ലൈറ്റ് വെക്കുന്നതായിരിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വീടിന്റെ മുൻപിൽ വരെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ലൈറ്റാണ്. മുൻപിൽ ലൈറ്റ് ഇടുന്നതിനേക്കാൾ പ്രയോജനം അല്പം ദൂരെ ഉള്ള, അതായത് നമ്മുടെ ഗേറ്റിന്റെ അവിടോ അല്ലെങ്കിൽ റോഡിലോ ഉള്ള ജനറൽ ആയിട്ട് ഈ സ്ട്രീറ്റ് ലൈറ്റ് മാതിരിയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം ആയുധം കരുതി വെക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് ഭയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആകെ ശരീരം മുഴുവൻ നിശബ്ദമായി പോകും. നമ്മുടെ പിന്നെ ശ്വാസം പോലും നിന്നു പോകുന്ന അവസരമാണ്. അതുപോലെ ഒച്ച ഒരു രീതിയിൽ പുറത്തു വരില്ല. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് നമുക്കത് എടുത്ത് ഉപയോഗിക്കാൻ സാധിച്ചില്ല. എന്തായാലും ശരി, അങ്ങനെ ആയുധം സ്വരൂപിച്ച് വെക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്തായാലും ശരി, പെട്ടെന്ന് അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലത്ത് അത് സൂക്ഷിക്കരുത്. രഹസ്യമായ സ്ഥലത്ത് തങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്ത് ഉപയോഗിക്കുന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. പിന്നെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ പ്രദേശത്ത് ആളുകള് ഇതേമാതിരിയുള്ള ആക്രി പെറുക്കാനോ അല്ലെ മറ്റു രീതിയിലുള്ള രീതിയിൽ അതിലെ ഇങ്ങനെ ആവശ്യമില്ലാണ്ട് അതിലേക്ക് ഇറങ്ങി നടക്കണം. അപ്പൊ ജോലിക്ക് വരുന്ന ആളുകളുണ്ടെങ്കിലും ശരി, ഞാൻ സാധാരണ പറയുന്നത് എന്താ, ജോലിക്ക് വരുന്നതാണെങ്കിലും ആ പ്രദേശത്തുകാരല്ല അന്യ സംസ്ഥാനക്കാരാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും മൊബൈലുണ്ട്, ഫോട്ടോ എടുക്കാം. ഫോട്ടോ എടുത്ത് വെറുതെ സൂക്ഷിച്ചല്ല. അപ്പൊ എന്നാണ് ഇവരുടെ ഫോട്ടോ എടുത്തത് നമുക്കറിയാം. എവിടെങ്കിലും ഒരു മോഷണം നടത്തുകയാണെങ്കിൽ ഇത് പോലീസിന് കാണിച്ചു കൊടുക്കാതെ ഇങ്ങനെ ഒരു വിഭാഗക്കാരെ അന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടായിട്ട് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെ സംബന്ധിച്ച ഫോട്ടോ വെച്ച് പോലീസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ രാത്രിയില് എന്താ പറഞ്ഞാൽ, രാത്രിയിൽ ഒരു 12 മണി മുതൽ 3 മണി വരെ ജാഗ്രതയോടുകൂടിയിട്ട് 1-2 കുട്ടികൾ സൈക്കിൾ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നാൽ അവിടെ പെരുമാറ്റം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചുള്ള അന്യ സംസ്ഥാനത്തിലുള്ള ആളുകൾ ആ പ്രദേശത്ത് പിന്നെ സമാധാനമായിട്ട് സ്വൈര്യവിഹാരം നടത്തില്ല. കാരണം അവര് മോഷണത്തിന് തയ്യാറല്ല. അത് ആളുകളുടെ ഒരു പ്രസൻസ് മാത്രം ആവശ്യത്തിന് ചോദ്യം ചെയ്തില്ലെങ്കിലും അവരെ സംബന്ധിച്ചുള്ള വെറും സാധാരണ നമ്മുടെ സൈക്കിൾ എടുത്തുകൊണ്ട് ആ പ്രദേശത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സഞ്ചരിക്കാനുള്ള സാഹചര്യം, അതൊക്കെ ലോക്കൽ പഞ്ചായത്ത് അതോറിറ്റീസിന് തന്നെ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ജില്ലാ പഞ്ചായത്തിന് തന്നെ ചെറിയൊരു പണം ഉണ്ടെങ്കിൽ അങ്ങനെ ആസൂത്രണം ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ പോലീസ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. അത് അത്ര താല്പര്യത്തോടുള്ള റൂറൽ ഏരിയയിലും ചെയ്തിട്ടില്ല എന്നതിനും, റൂറൽ ഏരിയയിൽ പ്രധാനമായിട്ട് ആളുകൾക്ക് കൂടുതൽ വിജിലന്റ് ആയിട്ട് ഇരിക്കുന്നതിനും അതുപോലെ ഇങ്ങനെയുള്ള ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവിടെ കുറച്ചുകൂടെ സുരക്ഷിതമായിട്ട് ശരി. എന്തായാലും ഇവർ ഇറങ്ങുന്നതിനും ഓരോ കാലങ്ങളുണ്ട്. ശബരിമല കാലമൊക്കെ എപ്പോഴും ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഈ കുറുവ സംഘങ്ങൾക്ക് എത്തുന്നതിനും മോഷണം നടത്തുന്നതിനും ഒക്കെയുള്ള ഒരു മറയാണ്. അതിൻ്റെ മറവ് പറ്റിയും ആളുകൾ എത്തുന്നുണ്ട് എന്നത് വേണം ഈ സമയത്ത് തന്നെ വീണ്ടും ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ മനസ്സിലാക്കാൻ. എനിക്ക് ഇന്ദുവിനോടാണ് പറയാനുള്ളത്, ധൈര്യമായിരിക്കൂ. പോയ മുതൽ തിരിച്ചു കിട്ടുമായിരിക്കും, പ്രതീക്ഷിക്കാം. പോലീസ് അന്വേഷിക്കുന്നുണ്ട് എന്തായാലും വിപുലമായി തന്നെ. കാഴ്ചയിലും സംസാരത്തിലും ഒക്കെ വളരെ ബോൾഡാണ്. മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് ആശ്വസിക്കാം നമുക്ക്. എന്തായാലും അന്വേഷണം നല്ല രീതിയിൽ പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വന്നതിനും ഞങ്ങളോട് സംസാരിച്ചതിനും നന്ദി എല്ലാ അതിഥികൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം.